നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2022 സിവിൽ സർവീസ് എക്സാമിലെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള ശ്രുതി ശർമ്മയുടെ സ്ട്രാറ്റജിക് പാർട്ടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. 2022 സിവിൽ സർവീസ് എക്സാമിൽ ഓൾ ഇന്ത്യ റാങ്ക് 1 അച്ചീവ് ചെയ്തിട്ടുള്ള ശ്രുതി ശർമ്മയുടെ ബുക്ക് ലിസ്റ്റ് എന്തായിരുന്നു, സ്ട്രാറ്റജി തുടങ്ങിയിട്ടുള്ള പാർട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ബട്ട് ബിഫോർ ദാറ്റ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട്, അബ്സല്യൂട്ട്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓറിയൻറ്റേഷൻ ക്ലാസ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് സിവിൽ സർവീസിൻ്റെ സിലബസും കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഫിനിഷ് ചെയ്തതാണ്. അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ക്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജോഗ്രഫി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 60 to 70 ക്ലാസ്സിനുള്ളതായിട്ട് 100% ജോഗ്രഫി നമ്മൾ കവർ ചെയ്യും. NCERT പ്ലസ് അഡ്വാൻസ് രണ്ടും ബോത്ത് വിൽ ബി കവേർഡ് ആൻഡ് 100% സിലബസ് കവറേജ് ഗ്യാരണ്ടീഡ് ആണ്, ഇൻക്ലൂഡിങ് ഓപ്ഷണൽ സബ്ജക്റ്റ് സോഷ്യോളജി ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. രണ്ട് ടോപ്പിക് അതുകൊണ്ട് എടുക്കാൻ പോകുന്നത്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇതുവരെ കൺഫേം ആയിട്ടില്ല, പക്ഷേ സോഷ്യോളജി എന്തായാലും എടുക്കുന്നുണ്ട്. സോ 100% GS CSIR കറണ്ട് അഫയേഴ്സ് ഓപ്ഷണൽ നമ്മൾ ഈ ഒരു ചാനലിനകത്ത് 100% ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യും. സോ ഫോർ ദാറ്റ് ജസ്റ്റ് ചാനലിലെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക, യു വിൽ ബി ഏബിൾ ടു സീ ദി ലെക്ചേഴ്സ്. ഞാൻ ആക്ച്വലി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ ഓറിയൻറ്റേഷൻ ക്ലാസ്സിൻ്റെയും ജോഗ്രഫി ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ജോഗ്രഫി പ്ലേലിസ്റ്റിന് ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഓരോ ലെക്ചേഴ്സായിട്ട് കണ്ട് പ്രോപ്പറായിട്ട് പഠിക്കുക. സോ നമുക്ക് ശ്രുതി ശർമ്മയുടെ സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം. വൺ മോർ തിങ്, ടെലിഗ്രാം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അഡ്മിൻ ഞാനാണ്, എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് അവിടെ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് മെറ്റീരിയൽസ്, നോട്ട്സും എക്സാംസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ശ്രുതി ശർമ്മയുടെ ബുക്ക് ലിസ്റ്റ്, ടൈം ടേബിൾ, സ്റ്റഡി ഹവേഴ്സ്, കംപ്ലീറ്റ് പ്രിപ്പറേഷൻ നമ്മളിവിടെ നോക്കും. സോ മൈൻഡ് മാപ്പ് ആൻഡ് അപ്രോച്ച്, ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. സോ ശ്രുതി ശർമ്മ മിനിമൽ റിസോഴ്സിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് മെറ്റീരിയലിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് അവരുടെ ഇൻ്റർവ്യൂ കണ്ടതിന് ശേഷമാണ് ഈ ഒരു PPT ഉണ്ടാക്കിയിട്ടുള്ളത്. സോ അവർ ക്വാണ്ടിറ്റിക്ക് പകരം ക്വാളിറ്റിയിലാണ് റിലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഒരു ബുക്ക് വായിച്ചു എന്ന് വിചാരിച്ചു ഒരു 10 ബുക്ക് വായിക്കുന്നതിനേക്കാളും ബെറ്ററാണ് ഒറ്റ ബുക്കിൽ നിൽക്കുന്നത്, സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ ആ ഒരു ബുക്ക് പ്രോപ്പർലി തറവായിരിക്കണം. ഓക്കെ, ഒരുപാട് മണിക്കൂർ പഠിക്കുന്നതിന് പകരം പഠിക്കുന്ന ടോപ്പിക്ക് ഡെപ്തിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. NCERTയും ഒരു സ്റ്റാൻഡേർഡ് ബുക്കാണ് ഈച്ച് ആൻഡ് എവറി സബ്ജക്റ്റിന് യൂസ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വെൻ ഇറ്റ് കംസ് ടു പോളിറ്റി, NCERT പ്ലസ് ലക്ഷ്മികാന്ത്, ഈ ഒരു സ്റ്റാൻഡേർഡ് ബുക്കായിട്ട് ലക്ഷ്മികാന്ത് പ്ലസ് NCERT, ഇത് രണ്ടിലും മാത്രമേ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പാർട്ട് ഫ്രം ലക്ഷ്മികാന്ത് വേറെ മെറ്റീരിയലിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മെയിൻസിൻ്റെ പെർസ്പെക്റ്റീവിലാണ്. ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. സ്പെസിഫിക്കലി ബുക്ക് ലിസ്റ്റ് നോക്കാം. ക്ലാസ് 6 to 12 വരെ NCERT എല്ലാ സബ്ജക്റ്റിനും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കൂടെയാണ്. ക്ലിയർ. അടുത്തത് പൊളിറ്റിക്ക് ലക്ഷ്മികാന്ത് പ്ലസ് NCERT ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ക്ലാസ് 6 to 12 വരെ NCERT ഫോർ ഓൾ സബ്ജക്റ്റ്. സോ പറയേണ്ട ആവശ്യമില്ല. ഒറ്റൊരു സ്റ്റാൻഡേർഡ് ബുക്ക് മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ എല്ലാത്തിനും. പൊളിറ്റിക്ക് ലക്ഷ്മികാന്ത്, മോഡേൺ ഇന്ത്യ, സ്പെക്ട്രം, ജോഗ്രഫി, GC ലെങ്ങാണ് സ്റ്റാൻഡേർഡ് ബുക്ക്. അതിനൊന്നിച്ച് തന്നെ നിങ്ങൾക്ക് ഓക്സ്ഫോർഡും കൂടെ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ മാപ്പിങ്ങിന് കയ്യിൽ ഒരു ഓക്സ്ഫോർഡും കൂടെ ഉണ്ടായിരിക്കണം. ഇക്കോണമിക്ക് അഗെയിൻ NCERTയും ഇക്കണോമിക് സർവേ പ്ലസ് മൃണാൽ സാറിൻ്റെ നോട്ട്സാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഇക്കണോമിക് സർവേ അപ്ഡേറ്റഡ് ആയിരിക്കും. മൃണാൽ സാറിൻ്റെ നോട്ട് നല്ല നോട്ടാണ് ആക്ച്വലി. എൻവയോൺമെൻറ്റ് എല്ലാവരും യൂസ് ചെയ്യുന്നത് ശങ്കർ IAS അക്കാഡമിയുടെ റിസോഴ്സാണ് പ്ലസ് NCERT. എത്തിക്സിന് ലെക്സിക്കോൺ, സുബ്ബാറാവോ ആൻഡ് കേസ് സ്റ്റഡീസാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓപ്ഷണൽ നോക്കാം. ഹിസ്റ്ററി ആണ് ഓപ്ഷണൽ. ആൻഡ് എന്താ പറയുക, സിലബസ് അലൈൻ ചെയ്ത് ഒരു എക്സ്ട്രാ അഡ്വാൻസ് ബുക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കറണ്ട് അഫയേഴ്സിന് ഡെയിലി ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ്, മന്ത്ലി മാഗസൈൻ, അതേപോലെ തന്നെ ഇൻ്റർനെറ്റിൽ ആക്ച്വലി ഒരുപാട് എന്താ പറയുക മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. യോജന, കുരുക്ഷേത്ര, ഇതൊക്കെ അവർ ആക്ച്വലി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള മെറ്റീരിയൽസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക. അതല്ലാണ്ട് ഡിസ്ട്രാക്ട് ആവാൻ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാണ്ടിരിക്കുക. സ്റ്റഡി ഹവേഴ്സും ഡെയിലി റൂട്ടീനും 6 to 8 ഹവേഴ്സ് എല്ലാ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്വാളിറ്റി സ്റ്റഡി ഹവേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 3 ഹവേഴ്സ് ഫോർ ലേണിംഗ് കോൺസെപ്റ്റ്, 2 ഹവേഴ്സ് ഫോർ നോട്ട് മേക്കിംഗ് ആൻഡ് 1 to 3 ഹവേഴ്സ് ഫോർ റിവിഷൻ ആൻഡ് മോക്ക്. ലൈഫ് സ്റ്റൈൽ 7 to 8 ഹവേഴ്സ് സ്ലീപ്പ്, ബ്രേക്ക് എടുക്കും, ലൈറ്റായിട്ട് എക്സസൈസ് ചെയ്യും, ഫുഡ് കഴിക്കും. സോ രാവിലെ ഒരു 5:30 to 6 ആകുമ്പോൾ എഴുന്നേക്കും, രാത്രി ഒരു 10 ആവുന്ന സമയത്ത് കിടന്നുറങ്ങും. സോ അതുവരെയുള്ള ആക്ടിവിറ്റീസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ആൻഡ് സ്ട്രാറ്റജി ബൈ ബേസ് നോക്കുകയാണെങ്കിൽ പ്രിലിംസിന് വേണ്ടിയിട്ട് NCERT പ്ലസ് സ്റ്റാൻഡേർഡ് ബുക്ക്, ഡെയിലി കറണ്ട് അഫയേഴ്സ് പ്ലസ് വീക്ക്ലി മോക്ക് എക്സാം, മെയിൻസിന് ആൻസർ റൈറ്റിംഗ് പ്ലസ് സ്റ്റിക്ക് ടു കോർ നോട്ട്സ്, ഇൻ്റർവ്യൂവിന് മോക്ക് ഇൻ്റർവ്യൂ ആൻഡ് ന്യൂസ് പേപ്പർ നോക്കി അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാം. വീക്ക്ലി ആൻഡ് റിവിഷൻ പ്ലാൻ. വീക്ക്ലി എന്ത് ചെയ്യും, 147 റൂൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് പഠിച്ചു, 4ാമത്തെ ദിവസം റിവൈസ് ചെയ്തു, 7ാമത്തെ ദിവസം റിവൈസ് ചെയ്തു. ഹെൻസ് ഇറ്റ് ഗോസ്. 6 to 8 ഹവേഴ്സ് എന്തായാലും പഠിക്കുക. മാരത്തോൺ സ്റ്റഡി നോക്കാണ്ട് പതുക്കെ ഡെപ്ത് നോക്കി പഠിക്കുക. ലിമിറ്റഡ് റിസോഴ്സസ് സ്റ്റിക്ക് ചെയ്യുക. നോട്ട്സ് എന്നിട്ട് പഠിക്കുക. മോക്ക് ടെസ്റ്റ്, ആൻസർ റൈറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. റൂട്ടീൻ ബാലൻസ് ചെയ്തിട്ട് വേണം മുമ്പോട്ടേക്ക് പോയി. ഇതായിരുന്നു ശ്രുതി ശർമ്മയുടെ സ്ട്രാറ്റജി. സോ ബൈ ദിസ് നമ്മൾ സെഷൻ എൻഡ് ചെയ്യാണ്. ഓറിയൻറ്റേഷൻ ക്ലാസ്സും ജോഗ്രഫി ക്ലാസ്സും കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ മുമ്പോട്ട് അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ് കണ്ടിട്ട് പോകാവുന്നതാണ്. ആൻഡ് ഇതിൻ്റെ ടൈം ടേബിൾ കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ജോയിൻ ചെയ്യുക. താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക്സ് ലോട്ട്.